എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുട്ടയൊന്നും ചേർക്കാതെ റവ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു കേക്കിന് റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കഴിക്കാൻ ഒത്തിരി ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്തിട്ടുള്ള റവയൊന്നുമല്ല, സാധാ റവ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ മധുരത്തിലാണ് ഈ ഒരു കേക്ക് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു 2-3 ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക. ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദമാവാണ്. മൈദമാവ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്കിതൊരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുള്ള പാലാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ചൂടുണ്ടാവരുത്, ഒരു മീഡിയം ചൂടിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ 1.5 കപ്പ് പാലാണ് ഇതിലേക്ക് മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം 1/2 കപ്പ് കൂടെ ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലൊട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് 1/2 കപ്പ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് മൈദമാവും റവയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 1.5 കപ്പ് പാലുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ബാറ്റർ കിട്ടും. ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഇപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരല്പം ബട്ടർ അതല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരല്പം നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുക. മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇതിലേറെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം 3/4 മണിക്കൂറെങ്കിലും ടൈം എടുക്കും ഇത് ബേക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഓവനിലാണ് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ 3/4 മണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മാവ് ഒട്ടും തന്നെ പറ്റി പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായി ചൂടാറിയതിന് ശേഷം ഈ ടിന്നിൽ നിന്നും മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ മുട്ടയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ റവ വെച്ചിട്ട് ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.